എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SCERT സിനോണിംസ് ആണ്. നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക, ഫോളോ ചെയ്യുക. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയണ്ട കേട്ടോ, നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ, ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേർഡ് നോക്കിയേ, പ്ലെത്തോറ. പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ഓർ എക്സസീവ് എമൗണ്ട് ഓഫ് സംതിങ്. ഓക്കെ, അബണ്ടൻസ് അല്ലെങ്കിൽ പ്രൊഫ്യൂഷൻ എന്നൊക്കെ പറയും കേട്ടോ. പ്ലെത്തോറ ഒരുപാട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോ ധാരാളം എന്ന മീനിങ് വരുന്ന ഒരു വേർഡാണ് പ്ലെത്തോറ. ഓക്കെ, അബണ്ടൻസ് എന്നും പറയൂ കേട്ടോ, ധാരാളം. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഒരു വാതിൽ തുറന്നു എന്ന് വിചാരിക്കാം. തുറ എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. വാതിൽ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് എന്തെങ്കിലും കണ്ടു, എക്സസീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടു എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ എബണ്ടൻസ് ധാരാളം അല്ലെങ്കിൽ എക്സസീവ് ആണ് പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് ബാരൻ. ബാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് വിച്ച് ഇസ് ടു പുവർ ടു പ്രൊഡ്യൂസ് എനി വെജിറ്റേഷൻ. അതായത് അധികം വളമില്ലാത്തൊരു ലാൻഡ്, അതിലധികം പ്ലാന്റ്സ് ഒന്നും വളരാത്തൊരു ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ബാരൻ എന്ന് പറയാം. അല്ലെങ്കിൽ സ്റ്റെറൈൽ എന്ന് പറയും, ഇൻഫെർട്ടൈൽ എന്ന് പറയും, അരിഡ് എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലാൻഡ് നമുക്ക് ഭാരമായിരിക്കും അല്ലെ, വെജിറ്റേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഭാരമായിരിക്കും. അങ്ങനെ ഭാരം എന്നുള്ള രീതിയിൽ ബാരൻ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കിയ കോഷ്യസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ അബൌട്ട് അവോയ്ഡിങ് ഡേഞ്ചർ ഓർ റിസ്ക് ആണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക, കോഷ്യസ് ആയിട്ടിരിക്കുക, അലേർട്ട് ആയിട്ടിരിക്കുക അല്ലെ, ഇത് അറിയാവുന്ന ഒരു വേർഡ് അല്ലേ. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം, ബെലിജറന്റ്. ബെലിജറന്റ് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ബെലിജറന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൈൽ ആൻഡ് അഗ്രസീവ് ആണ്. ഹോസ്റ്റൈൽ ആൻഡ് അഗ്രസീവിനെയാണ് എന്ത് പറയാ? ബെലിജറന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഹോസ്റ്റൈൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് ഹോസ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമ സ്വഭാവമുള്ള, ആക്രമിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് അഗ്രസീവ്. വളരെ അഗ്രസീവ് ആയിട്ട് എന്നൊക്കെ പറയില്ലേ, ആക്രമിക്കുന്ന രീതിയിൽ കേട്ടോ. പണ്ട് കാലത്ത് ഈ ബലി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്രമിക്കുന്ന ഒരു രീതിയാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ബെലിജറന്റ് എന്ന് പറയുമ്പോൾ ബെലിജറന്റ്. ഓക്കെ, അഗ്രസീവ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അടുത്ത് നോക്കാം, ഇമാസിയേറ്റഡ്. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള കേട്ടോ. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇമാൻസിപ്പേറ്റ്. ഇമാൻസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ആക്കുക അല്ലെ, ഈ മാനിനെ ഫ്രീ ആക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഇമാസിയേറ്റഡ്, ഈ മാനിന് സീറ്റഡ് എന്ന് പറയുമ്പോൾ സീറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഈ മാനിന് സീറ്റ് കൊടുക്കുക കാരണം വളരെ തിന്നായിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ അബ്നോർമലി തിൻ ഓർ വീക്ക്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ഇൽനെസ് ഓർ ലാക്ക് ഓഫ് ഫുഡ് കേട്ടോ. അല്ലെങ്കിൽ ഗോണ്ട്. ഗോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നായിട്ടുള്ള, വളരെ ബോണി ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇമാസിയേറ്റഡ്. നെക്സ്റ്റ് നോക്കാം, ഫ്രിവിലസ്. ഫ്രിവിലസ് എന്ന് പറഞ്ഞാല് നോട്ട് ഹാവിങ് എനി സീരിയസ് പർപ്പസ് ഓർ വാല്യൂ. വളരെ സില്ലി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഫ്രിവിലസ് എന്ന് പറയാ. നമുക്ക് ഫ്രിവിലസ് എന്ന് പറയുമ്പോൾ ഫ്രീ എന്നുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല അല്ലെ, നമ്മൾ അതിനെ സില്ലി ആയിട്ട് കാണും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. സോ സില്ലി ആണ് ഫ്രിവിലസ്. നെക്സ്റ്റ് അഡപ്റ്റ് ആണ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാല് വെരി സ്കിൽഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അഡപ്റ്റ് എന്താണ്? അഡപ്റ്റിന് അതൊരു ഇ ഉണ്ട് അല്ലെ, അപ്പൊ ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അഡപ്റ്റ് അല്ലെങ്കിൽ നല്ല ഡെപ്തില്, അഡപ്റ്റ് എന്ന് പറയുമ്പോൾ DEPT എടുക്കാം. നല്ല ഡെപ്തില് നോളേജ് ഉള്ളതൊക്കെ എക്സ്പേർട്സിനായിരിക്കും എന്നുള്ള രീതിയിൽ എടുക്കാം. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി സ്കിൽഡ് ഓർ പ്രൊഫിഷ്യന്റ് അറ്റ് സംതിങ്, എക്സ്പേർട്ട് അല്ലെങ്കിൽ പ്രൊഫിഷ്യന്റ് എന്നൊക്കെ പറയാം അല്ലെ. അഡപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ അഡോപ്റ്റും അഡാപ്റ്റും ഒക്കെ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അഡ്ജസ്റ്റ് ചെയ്യുന്ന, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുക അല്ലെ. യെസ്. അടുത്ത ഗ്രാജുവൽ. ഗ്രാജുവൽ ആയിട്ട് പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. പ്രോഗ്രസിങ് സ്ലോലി, പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. കുത്തനെ ഇൻക്രീസ് ചെയ്യാണ്ട് പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതാണ് ഗ്രാജുവൽ കേട്ടോ, പ്രോഗ്രസിങ് സ്ലോലി. അടുത്ത് നോക്കാം, റൈവൽ. റൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഓർ തിങ് കോമ്പീറ്റിംഗ് വിത്ത് അനദർ ഫോർ ദ സെയിം ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു കോമ്പറ്റീറ്റർ, ആ ഒരു മീനിങ് ആണ് റൈവൽ. നമ്മുടെ ഒപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ഒരാൾ കേട്ടോ, അതിനെയാണ് എന്ത് പറയാ? റൈവൽ എന്ന് പറയാം. ഇനി മാഡൊക്കെ നമുക്ക് അറിയാലോ അല്ലെ, അതിന്റെ ഒരു സിനോണിം പഠിച്ചു വെച്ചേക്കാം, ഇൻസെയിൻ. ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ മാഡ് ആണ് കേട്ടോ, മാഡ്. പിന്നെ ലഗുബ്രിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സാഡ് ആൻഡ് സീരിയസ് ആണ്. മോൺഫുൾ. ഓക്കെ, ലഗുബ്രിയസ്. ലഗുബ്രിയസ് അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ലഗുബ്രിയസ് എന്ന് പറഞ്ഞാൽ സാഡ് ആൻഡ് സീരിയസ്, മോൺഫുൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലഗുബ്രിയസ്. ലഗുബ്രിയസ് എന്ന് പറഞ്ഞാൽ മോൺഫുൾ.
അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ലാംഗ്വർ. ലാംഗ്വർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എനർജി ഓർ അലേർട്ട്നെസ്, ഡൾനെസ്, അല്ലെങ്കിൽ സ്റ്റിൽനെസ്, ഇനാക്ടിവിറ്റി എന്നൊക്കെ പറയും ലാംഗ്വർ. ഇപ്പോ കണക്ട് ചെയ്യാനായിട്ട് ലാംഗ്വർ എന്ന് പറയുമ്പോൾ നമുക്ക് LANG ലാംഗ്വേജ് എടുക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് അല്ലെ, അല്ലെങ്കിൽ മലയാളം. ഇതേപോലെയുള്ള ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല എനർജി ലാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർക്കാം, എനർജി കുറവ് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ ലാംഗ്വർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എനർജി ഓർ അലേർട്ട്നെസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം ഇൻക്രെഡുലസ്. അതും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കും. കാരണം PSC PYQ ആയിട്ടൊക്കെ വന്നിട്ടുള്ള വേർഡ്സുകളാണ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അൺഏബിൾ ഓർ അൺവില്ലിംഗ് ടു ബിലീവ് സംതിങ്. പെട്ടെന്ന് വിശ്വസിക്കാത്ത ഒന്നിനെയാണ് എന്ത് പറയാ, ഇൻക്രെഡുലസ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന കേട്ടോ. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അൺഏബിൾ ഓർ അൺവില്ലിംഗ് ടു ബിലീവ് സംതിങ്. പെട്ടെന്ന് വിശ്വസിക്കാത്ത ഒന്നിനെയാണ് ഇൻക്രെഡുലസ് എന്ന് പറയാ. ഡിസ്ബിലീവിങ് അല്ലെങ്കിൽ അൺബിലീവിങ്. ഇഗ്നോമിനി, PSC ചോദിച്ചിട്ടുണ്ട്. ഇഗ്നോമിനി എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹരാസ്മെന്റ്, പബ്ലിക് എംബറാസ്മെന്റ്, ഷെയിം കേട്ടോ. ഷെയിം അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ, ഒരാളെ ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, തരം താഴ്ത്തുക, അതിനെയാണ് ഇഗ്നോമിനി എന്ന് പറയാ. അപ്പോ മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിനെ ഇഗ്നോർ ചെയ്തു അല്ലെങ്കിൽ കളിയാക്കി, ഷെയിം ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇഗ്നോമിനി കേട്ടോ, ഷെയിം അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ. അടുത്ത് നോക്കാം ഹോഴ്സ്. ഹോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുതിരയല്ല കേട്ടോ. HOARSE സ്പെല്ലിംഗ് നോക്കണേ. HOARSE എന്ന് പറഞ്ഞാൽ വളരെ റഫ് അല്ലെങ്കിൽ ഹാർഷ് ആണ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഷ് കേട്ടോ. ഓക്കെ, HOARSE എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹാർഷ് അല്ലെങ്കിൽ ഡിസ്കോർഡന്റ് എന്ന് പറയാം. ഓക്കെ, ഡിസ്കോർഡന്റ്. അടുത്ത് നോക്കാം ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് ആണ്. ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്യൂസ്മെന്റ്. ഓക്കെ, നമ്മൾ ഈ ഹില്ലിലൊക്കെ ആയിരിക്കില്ലേ മിക്കവാറും നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെ ഉണ്ടാവുക അല്ലെ. അപ്പോ ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് അല്ലെങ്കിൽ ലൗഡ് ലോഫ്റ്റർ, ഗ്രേറ്റ് അമ്യൂസ്മെന്റ് എന്നൊക്കെ പറയാം കേട്ടോ. സോ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ വായിച്ചു വിടാം. ഓക്കെ, നമ്മുടെ ക്ലാസ് അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലെത്ര എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ്. ബാരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭാരമായിട്ടിരിക്കുന്ന ലാൻഡ് അല്ലെ. അപ്പൊ സ്റ്റെറൈൽ, ഇൻഫെർട്ടൈൽ. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ അല്ലെങ്കിൽ അലേർട്ട്. ബെലിജറന്റ്, ഓർത്ത് നോക്കിയാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള, ആക്രമിക്കുന്ന അല്ലെ, ബലി കൊടുക്കുന്ന. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, തിന്ന് അല്ലെങ്കിൽ ഗോണ്ട്. ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ സില്ലി അല്ലെ, ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സില്ലി ആണ്. അഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പേർട്ട് ആണ്. ഡെപ്തില് അറിവുള്ള ഒരാൾ എക്സ്പേർട്ട് ആയിരിക്കും. ഗ്രാജുവൽ അറിയാലോ, പ്രോഗ്രസീവ്. റൈവൽ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റർ. മാഡ് എന്ന് പറഞ്ഞാൽ ഇൻസെയിൻ. ലഘുബ്രിയസ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ, ലഘു എന്ന് പറഞ്ഞാൽ വളരെ വിഷമിക്കുന്ന, സോറോഫുൾ, മോൺഫുൾ എന്നുള്ളതാണ് കേട്ടോ. ലാംഗ്വർ, ലാംഗ്വേജ് ആലോചിക്കുക അല്ലെ, ലാക്ക് ഓഫ് എനർജി. ഇൻക്രെഡുലസ്, അൺബിലീവിങ് അല്ലെങ്കിൽ ഡിസ്ബിലീവിങ്. ഇഗ്നോമിനി എന്ന് പറഞ്ഞാൽ ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലേറ്റ് ചെയ്യുക, തരം താഴ്ത്തുക. ബിലിറ്റിൽ ചെയ്യുക. ബിലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, തരം താഴ്ത്തുക. ബി ലിറ്റിൽ അല്ലെ, അപ്പൊ ചെറുതാക്കി കാണിക്കുക എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. അടുത്ത് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഷ് ആണ് അല്ലെ. ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് ആണ്. ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് കേട്ടോ. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം. ഹെമോക്ക് എന്ന് പറഞ്ഞാൽ ഇസ് എ പീസ് ഓഫ് സ്ട്രോങ് ക്ലോത്ത് ഓർ നെറ്റിംഗ് വിച്ച് ഇസ് ഹങ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ് ആൻഡ് യൂസ്ഡ് ആസ് എ ബെഡ്. അതായത് ബങ്ക് ബെഡിനെയാണ് പറയാ. അതായത് നമ്മുടെ ഊഞ്ഞാൽ കിടക്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഊഞ്ഞാൽ കിടക്കേനെയാണ് നമ്മൾ ഹെമോക്ക് എന്ന് പറയാം കേട്ടോ. ഹെമോക്ക്. ജെനിയൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആൻഡ് ചിയർഫുൾ ആണ്. ഓക്കെ, എഫബിൾ, ആമിയബിൾ ആണെന്നൊക്കെ പറയില്ലേ. ആമിയബിൾ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി പേഴ്സൺ. ആമിയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേട്ടോ. ജെനിയൽ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. എഫബിൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്നുള്ള ഒരു മീനിങ് ആണ്. അടുത്ത് നോക്കാം എഫ്ലുവന്റ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ റിച്ച് ആയിട്ടുള്ള, അപ്പോ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. എല്ലാവരും അങ്ങനെ കാണണേ. എഫ്ലുവന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരൊക്കെ നല്ല റിച്ച് ആണെന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം. ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. എഫ്ലുവന്റ് ആണ്, AFFLUENT. അതേസമയം എഫ്ലുവന്റ് ഉണ്ട്, എഫ്ലുവന്റ്. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം എങ്കിൽ എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ലിക്വിഡ് വേസ്റ്റ്. ഓക്കെ, ഈ വരുമ്പോ വേസ്റ്റ് ആണെന്ന് ഓർക്കാം. ഈ വേസ്റ്റ് എന്ന് ഓർക്കാം കേട്ടോ. ഈ വേസ്റ്റ് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഈ വേസ്റ്റ്, അതേപോലെ കണക്ട് ചെയ്യാം. എഫ്ലുവന്റ് ആണെങ്കിൽ വളരെ റിച്ച് അല്ലെങ്കിൽ വെൽത്തി അല്ലെങ്കിൽ ഒപ്പുലന്റ് എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, അടുത്ത എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊവിഡൻസ് അല്ലെങ്കിൽ ത്രിഫ്റ്റ്.
എന്ന് പറഞ്ഞാൽ കെയർഫുൾ മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, കെയർഫുൾ ആയിട്ട് കാശ് ചെലവാക്കുന്ന ഒന്നിനെയാണ് എക്കോണമി എന്ന് പറയാ അല്ലെ. ത്രിഫ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഡൻസ്. ഓക്കെ, അപ്പൊ അത് സ്റ്റിഞ്ചി എന്നുള്ളൊരു മീനിങ് അല്ല അവിടെ വരുന്നത്. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള. ഇതല്ല, ഇത് കെയർഫുൾ മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആണ് എക്കോണമി. അടുത്ത് നോക്കാം സെൻഷർ. സെൻഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസപ്രൂവൽ ആണ്. സെൻസർ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ, സെൻസർ സിനിമയൊക്കെ. അപ്പൊ ഡിസപ്രൂവൽ അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ കേട്ടോ. അപ്പൊ സെൻഷർ ഇറ്റ് മീൻസ് സ്ട്രോങ് ക്രിറ്റിസിസം ഓർ ഡിസപ്രൂവൽ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക അല്ലെ. ഓക്കെ, ഇനി ടോളറേറ്റ്. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത്. നമ്മൾ ഫ്രേസൽ വെർബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക അല്ലെ, എൻഡ്യൂർ ചെയ്യുക. എൻഡ്യൂറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ പുട്ടപ്പ് വിത്ത് സംതിങ് ഓർ സംബഡി, എൻഡ്യൂർ എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. ഏലിയൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാം. കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് കൺട്രി, റേസ് ഓർ കൾച്ചർ ആണ്. എക്സോട്ടിക് എന്ന് പറയാം. ആ വേർഡ് എന്ന് അറിഞ്ഞു വെച്ചേക്കാം. എക്സോട്ടിക് അല്ലെങ്കിൽ ഒപ്പോസ്ഡ് ആണ്. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് എ റിലേഷൻ ദാറ്റ് ഇസ് പ്യൂർലി സ്പിരിച്വൽ ആണ്. പ്യൂർലി സ്പിരിച്വൽ ആണ്, നോട്ട് ഫിസിക്കൽ കേട്ടോ. അതിനെയാണ് നമ്മൾ എന്താ പറയാ? പ്ലാറ്റോണിക് എന്ന് പറയാ, അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് എന്നൊക്കെ പറയാം കേട്ടോ. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയലിസ്റ്റിക്. ഐഡിയലിസ്റ്റിക്. ഓക്കെ, സ്പിരിച്വൽ കേട്ടോ. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കാം. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഹിബിറ്റ് ചെയ്യുക. പ്രൊസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യുക, ഫോർബിഡ് ചെയ്യുക, എസ്പെഷ്യലി ബൈ ലോ കേട്ടോ. അതിനെയാണ് പ്രൊസ്ക്രൈബ് എന്ന് പറയാ. അപ്പൊ നമ്മുടെ പ്രിസ്ക്രൈബ് ഉണ്ട്. പ്രിസ്ക്രൈബും പ്രൊസ്ക്രൈബും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. അതെ, മലയാളത്തിൽ പറയുമ്പോൾ നിരോധിക്കുക എന്ന് പറയും. പ്രൊസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പൊ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പ്രൊസ്ക്രൈബ്. ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. പോസ്റ്റ്പോൺ ചെയ്യുക. നമ്മുടെ ജേർണി ഒക്കെ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഈ കോവിഡ് സമയത്തൊക്കെ നമ്മുടെ യാത്രയൊക്കെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തില്ല. അതേപോലെ അഡ്ജേൺ എന്ന് പറയുമ്പോൾ ജേർണി പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഓഡിയസ്. ഓഡിയസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി അൺപ്ലസന്റ് ആൻഡ് കോസിങ് ഓർ ഡിസേർവിംഗ് ഹെയ്റ്റ്. ഓക്കെ, ഓഡിയസ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്ഫുൾ ആണ്. ഓക്കെ, ഓഡിയസ്. ഓഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെയ്റ്റ്ഫുൾ, അസഹനീയമായിട്ടുള്ള, നമുക്ക് ഇഷ്ടമല്ലാത്ത, അറപ്പുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓഡിയസ്. ജുബിലന്റ്. ജുബിലന്റ് എന്ന് പറഞ്ഞാൽ എക്സൾട്ടന്റ് അല്ലെങ്കിൽ ഓവർ ജോയ്ഡ്. എക്സ്ട്രീം ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ എന്താ പറയാ? ജുബിലന്റ് എന്ന് പറയാ. ഇപ്പൊ ആരുടെയെങ്കിലും ഒക്കെ ജൂബിലി എന്ന് ആലോചിക്കാം അല്ലെ. ജൂബിലി ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫീലിംഗ് ഓർ എക്സ്പ്രസിംഗ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ട്രൈംഫ്, എക്സൾട്ടന്റ്, ഓവർ ജോയ്ഡ് ആണ് കേട്ടോ. അപ്പൊ അതിനെയാണ് ജൂബിലന്റ് എന്ന് പറയാ. കിട്ടുന്നുണ്ടല്ലോ. ഓഡിയസ്. എപ്പോഴും ഓടാനൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം ഇഷ്ടമുണ്ടാവില്ല അല്ലെ. ഹെയ്റ്റ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോക്കസിങ് ദി മൈൻഡ് ഓൺ എ മാറ്റർ. നെഗ്ലിജന്റ് ആണ് ഇൻഅഡ്വേർട്ടന്റ്. ഓക്കെ, ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജന്റ് അല്ലെങ്കിൽ അൺഇന്റൻഷണൽ, മനഃപൂർവ്വം അല്ലാണ്ട്, അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആയിട്ട് നമ്മൾ അധികം ഗവനിക്കാത്ത, അതിനെയാണ് എന്താ പറയാ? ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറയാ കേട്ടോ. നെഗ്ലിജന്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ആ ഒരു മീനിങ് ആണ്. ഈ അഡ്വർടൈസ്മെന്റ് ഒന്നും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. അഡ്വേർട്ടന്റ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കില്ല, നെഗ്ലിജന്റ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. പ്രിഡിക്റ്റ് അറിയാലോ. ഫോർടെൽ അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. ഫോർടെൽ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യുക അല്ലെ. ഇനി വരാൻ പോകുന്ന കാര്യം പ്രിഡിക്റ്റ് ചെയ്യുക, അതാണ് ഫോർടെൽ അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. ക്വസ്റ്റ്. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ഓർ ആർഡുവസ് സെർച്ച് ഫോർ സംതിങ്. സെർച്ച് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ് സെർച്ച് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സെർച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ആണ് കേട്ടോ. പെർസ്യൂട്ട് എന്ന് പറയാം. ഓക്കെ, സ്ലാൻഡർ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഡീഫെയിം ചെയ്യുക, ഒരാളെ അപകീർത്തിപ്പെടുത്തുക അല്ലെ. സ്ലാൻഡർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്ലാൻഡ് ചെയ്യാന്ന് പറയില്ലേ. സ്ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്ലാൻഡിങ് ലൈൻ, ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ അല്ലെ. അപ്പൊ ഒരാൾ അപകീർത്തിപ്പെടുത്തി കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ ആകെ ഇങ്ങനെ ചെരിഞ്ഞ പോലെ ആയിപ്പോവും, സ്ലാൻഡർ ആവും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇത് ടി ആണ് കേട്ടോ, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സ്ലാൻഡർ ആണ്, ഡി ആണ്. മേക്ക് ഫോൾസ് ആൻഡ് ഡാമേജിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സമ്മൺ ആണ് സ്ലാൻഡർ. ഓക്കെ, ഡിഫെയിം ചെയ്യുക അല്ലെങ്കിൽ ലിബൽ ആണ് കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കണേ. വിൻഡിക്കേറ്റ്. വിൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക കേട്ടോ. വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക. ക്ലിയർ ഓഫ് ബ്ലെയിം ഓർ സസ്പീഷൻ. ഓക്കെ, ക്ലിയർ ചെയ്യുക. ഓക്കെ, ജസ്റ്റിഫൈ ചെയ്യുക. അക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ ബ്ലെയിം ചെയ്യുക. ഓക്കെ, ചാർജ് സമ്മൺ വിത്ത് ആൻ ഒഫൻസ് ഓർ ക്രൈം, അതാണ് അക്യൂസ് ചെയ്യുക കേട്ടോ. ഒരാളെ കുറ്റപ്പെടുത്തുക.
ഓക്കെ, അക്യൂസ് ചെയ്യാം. ഇനി ഓഫ് സ്പ്രിങ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ, പേഴ്സൺസ്, ചിൽഡ്രൻ ഓർ ആൻ ആനിമൽസ് യങ്ങിനെയാണ് നമ്മൾ ഓഫ് സ്പ്രിങ് എന്ന് പറയാ, കുട്ടികളെ. അപ്പോ ചൈൽഡ്, യങ് അല്ലെങ്കിൽ ബേബിനെയൊക്കെയാണ് ഓഫ് സ്പ്രിങ് എന്ന് പറയാം. എക്സ്പയറി അറിയാലോ, ടെർമിനേഷൻ ആണ്, അവസാനമാണ്. എൻകൗണ്ടർ ചെയ്യാന്ന് പറഞ്ഞാല് കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ഫേസ് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക അല്ലെ. അപ്പോ കൺഫ്രണ്ട്, ആ ഒരു വേർഡ് പഠിച്ചു വെച്ചേക്കുക. കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻകൗണ്ടർ, ഏറ്റുമുട്ടുക, നേരിടുക എന്നൊക്കെ പറയാം കേട്ടോ. നേരിടുക, എതിരിടുക, ഇതാണ് കൺഫ്രണ്ട്. നമ്മുടെ കണ്ണ് ഫ്രണ്ടിലാണ് അല്ലെ, നമ്മൾ ആരെയാണെങ്കിലും ഏറ്റുമുട്ടും അല്ലെങ്കിൽ നേരിടും, അഭിമുഖീകരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അതേ മീനിങ് ആണ് ഹാസിൽ കേട്ടോ. ഹാസിൽ എന്ന് പറഞ്ഞാലും സെയിം തിങ് ഇറ്റ് സെൽഫ്, കൺഫ്രണ്ട് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഹെമോക്ക് എന്തായിരുന്നു? ഇസ് എ പീസ് ഓഫ് സ്ട്രോങ് ക്ലോത്ത് ഓർ നെറ്റിംഗ് വിച്ച് ഇസ് ഹങ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ് ആൻഡ് യൂസ്ഡ് ആസ് എ ബെഡ്. ജെനിയൽ എന്ന് പറഞ്ഞാല് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈ വേർഡൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ജെനിയലൊക്കെ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ജെനിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, ആമിയബിൾ. എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്. എക്കോണമി എന്ന് പറഞ്ഞാൽ കെയർഫുൾ മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. സെൻഷർ അല്ലെങ്കിൽ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസപ്രൂവൽ ആണ്. ടോളറേറ്റ്, നമ്മുടെ ഫ്രേസൽ വെർബ് പുട്ടപ്പ് വിത്ത് അല്ലെങ്കിൽ എൻഡ്യൂർ ചെയ്യുക, എൻഡ്യൂറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഏലിയൻ, എക്സോട്ടിക് അല്ലെങ്കിൽ കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് കൺട്രി. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ പ്യുവർലി സ്പിരിച്വൽ ആണ് ആൻഡ് നോട്ട് ഫിസിക്കൽ കേട്ടോ. പ്രോസ്ക്രൈബ് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. ഒഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെയ്റ്റ്ഫുൾ ആണ്. ഓക്കെ, ജുബിലന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് അല്ലെ. അപ്പോ എക്സ്പ്രസിംഗ് ഗ്രേറ്റ് ഹാപ്പിനെസ്, എക്സൾട്ടന്റ് എന്ന് പറയാം. ആ വാക്കൊക്കെ ഒന്ന് പഠിച്ചു വെക്കും, നമുക്ക് എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജന്റ്, അഡ്വർടൈസ്മെന്റ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാത്തതാണ് അല്ലെ. പ്രെഡിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഫോർട്ടൽ ആണ്, ഫോർകാസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ് ഇറ്റ് മീൻസ് സെർച്ച് ആണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഡിഫെയിം ചെയ്യുക അല്ലെങ്കിൽ ലിബൽ. വിൻഡിക്കേറ്റ് ഇറ്റ് മീൻസ് ജസ്റ്റിഫൈ ചെയ്യുക. വിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ വിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ജസ്റ്റിഫൈ ചെയ്യും എന്നൊക്കെ പറയാം, ഓർക്കാട്ടോ. അക്യൂസ് എന്ന് പറഞ്ഞാൽ ബ്ലെയിം. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് അല്ലെങ്കിൽ യങ് അല്ലെങ്കിൽ ബേബി. എക്സ്പയറി ഇറ്റ് മീൻസ് ടെർമിനേഷൻ. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കൺഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്പീഡിൽ തന്നെ എല്ലാം കവർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ആൻസർ ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ് കണ്ട് എല്ലാവരും ആൻസർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബെലിജറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കമന്റ് ചെയ്യണേ, ബെലിജറന്റ്. അതേപോലെ തന്നെ നമ്മുടെ ഡേ 4 അടുത്ത ദിവസം ഉണ്ടാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിനു മുമ്പ് ഈ വേർഡ്സുകളൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.